ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹോട്ടൽ ഹൈവേ റെസിഡൻസിയിലാണ്. ഇവിടെ എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ കാര്യം എന്നല്ലേ, പുനർനവ എന്ന ലേഡീസ് ഓൺലി മൈൻഡ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള മൈൻഡ് റിജുനേറ്റിംഗ് ക്യാമ്പിലേക്കാണ് ഞങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതുപോലെ ഈ ഹോട്ടലിലെ സൗകര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് ഞാൻ കിടക്കാൻ പോകുന്ന റൂമാണ്. ഇതിൽ 5 പേരടങ്ങുന്ന ഒരു ടീമാണ് ഇതിനകത്ത് കിടക്കണം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ ഞങ്ങൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇതിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് മൈൻഡ് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള, അതേപോലെ റിജുവനേറ്റിംഗ് ആയിട്ടുള്ള, അതേപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള തെറാപ്പീസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മൾ ഇതുപോലെ ലേഡീസ് ഓൺലി ക്യാമ്പായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഫസ്റ്റ് ഡേ ആണ് ഈ ക്യാമ്പിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇത്. നമുക്ക് അവരവിടെ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. 1.5 ദിവസത്തെ ഒരു സെഷനാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ആൾക്കാരോട് തന്നെ, ഡോക്ടേഴ്സായിട്ടുള്ള 2 പേരാണ് ഇത് തുടങ്ങി വെച്ചത്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് അവരോട്, ഡോക്ടർ ഹാജിറ തസ്ലീം, ഡോക്ടർ മുഫീദയാണ്, നമുക്ക് അവരോട് ചോദിക്കാം പുനർനവ എന്ന ഈ പരിപാടിയുടെ ഉദ്ദേശങ്ങൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ഹാജിറ തസ്ലീം. നമ്മളെ ഈ ഒരു പുനർനവ മൈൻഡ് ബൂസ്റ്റിംഗ് ക്യാമ്പ്, അത് നമ്മൾ ഒരുപാട് ലേഡീസ് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ലേഡീസ് മാത്രമല്ല, പക്ഷെ എങ്കിൽ പോലും നമുക്കിതൊന്നും പുറത്ത് കളയാനുള്ളൊരു അവസരം കിട്ടാതെ പോകുന്നത് പലപ്പോഴും ലേഡീസിന് മാത്രമാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളൊട്ടും പരിചയമില്ലാത്ത കുറച്ച് പേരുടെ കൂടെ കൂടി, നമ്മളെ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാത്ത ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ഒരൊറ്റ ദിവസം നമ്മളായി മാറിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല രീതിക്ക് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പുനർനവ മൈൻഡ് ബൂസ്റ്റിംഗ് ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൈൻഡിനെ ഒന്ന് കംപ്ലീറ്റ്ലി റിഫ്രഷ് ചെയ്ത് ഒന്ന് വീണ്ടും ഒരു പുതിയൊരു ലൈഫ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പടി. ഹായ്, ഞാൻ ഡോക്ടർ മുഫീദ, ആയുർവേദ സൈക്യാട്രിസ്റ്റാണ്. നമ്മൾ ഈ ഒരു പുനർനവ എന്നുള്ള ക്യാമ്പിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ചെയ്യുന്ന കുറച്ച് തെറാപ്പീസാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെറാപ്പി, അതുപോലെ തന്നെ ആയുർവേദ കൗൺസിലിംഗ് തെറാപ്പി. ഇങ്ങനെയുള്ള 2 സെഷനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൽ നമ്മുടെ ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം നമുക്ക് കിട്ടാതെ പോയ എന്തിൻ്റെങ്കിലും പ്രശ്നങ്ങളോ ബാക്കിയുള്ളതും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളാവാം. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പുറത്തേക്ക് കളഞ്ഞ് അവരെ ഒന്ന് പുതിയൊരാളാക്കി മാറ്റുക എന്നതാണ് ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് തെറാപ്പി, ശരിക്കും ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരാൾ കേട്ടിരുന്നാൽ മതി അവരുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് മാറാൻ. ഒന്നും പറയേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. നമ്മളെ ഒന്ന് കേൾക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു വേദി ഒരുക്കുക എന്നതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ക്യാമ്പിൽ ചെയ്യുന്നത്. ആ ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മളൊരു കാമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഒരു പുതിയൊരാളായി മാറ്റി നമ്മളൊരു പുനർനവ എന്നാണ് ഇതിൻ്റെ ഒരു പേര്. ആ ഒരു രീതിയിൽ തന്നെ അവരെ മുന്നോട്ട് മാറ്റിയെടുത്ത് അങ്ങനെ ഒന്ന് നവീകരിച്ചെടുക്കുക എന്നാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കുള്ള വൈകുന്നേരത്തെ ചായക്കുള്ള കടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിച്ച് എല്ലാവരും ഒന്ന് ഫ്രഷായി അടുത്ത സെഷന് വേണ്ടി റെഡിയാകുമായിരുന്നു. അപ്പോൾ എടുത്ത ഫോട്ടോ ആയിരുന്നു ഇത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്ത് പോയി ഇവിടുത്തെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതിനുവേണ്ടി ബസ്സൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയതായിരുന്നു. അപ്പോൾ ഉച്ചവരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ബസ് വന്നത്. അപ്പോൾ ബസ് റെഡി ആയിട്ടുണ്ട്. കക്കാടംപൊയി എന്നുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണിത്. കുറച്ച് ദൂരമൊന്നും വലിയ ക്ലൈമറ്റ് ചേഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. പക്ഷേ അങ്ങോട്ട് കയറി ചെല്ലുന്തോറും ഭയങ്കര കോടമഞ്ഞും എല്ലാം ആയിട്ട് ഭയങ്കര ഒരു വൈബായിരുന്നു അവിടെ കയറിയ സമയത്ത്. ഓരോ മലനിരകളിൽ കൂടെ സൈഡിലൂടെ പോകുന്ന സമയങ്ങളിലും ഭയങ്കര ചേഞ്ചായി വരാൻ തുടങ്ങി ക്ലൈമറ്റ്. നല്ല കോട കയറിയിട്ടുള്ളൊരു ആയിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെയുള്ള ഒരു ബോർഡാണ് കേട്ടത്, കോഴിപ്പാറ വെള്ളച്ചാട്ടം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നോട്ടീസ് ബോർഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് അത്.
നമ്മളതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇരുമ്പ് കമ്പി കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അഥവാ ഒരാൾ പെട്ടാൽ തന്നെ കുട്ടികളൊക്കെ വിളിച്ച് പോകുന്ന സമയത്ത് പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് പാറക്കെട്ടുകളിൽ അടിച്ചിട്ടാണ്, ഒഴുകിയൊന്നും എവിടെ എത്തില്ല എന്നുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ അടിച്ച് ഭയങ്കരമായിട്ടുള്ള ഡാമേജുകൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാൻ പാകത്തിനുള്ള ഒരു കുത്തൊഴുക്കാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കാറില്ല. അതെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പാറക്കെട്ടിലേക്കൊന്ന് നടന്ന് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. കാരണം എല്ലാവരും വീട്ടമ്മമാരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളാണ്, ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ. 17 പേരടങ്ങുന്നൊരു ടീമായിരുന്നു ഞാൻ പോയ ഒരു ക്യാമ്പിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത ഒരു ക്യാമ്പായിരുന്നു അത്. കാരണം പലർക്കും പലതരത്തിലുള്ള സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. പലതരത്തിലുള്ള സ്ട്രെസ്സാണ് പലർക്കും ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെയാണ് അവിടെ വന്നിട്ട് എൻജോയ് ചെയ്തത്. കണ്ടല്ലോ, എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഓരോ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഉണ്ട്. എല്ലാവരും ഒരേ ഏജുകാരല്ല, വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള തങ്ങളുടെ മനസ്സിനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടോന്നോ അല്ലെങ്കിൽ സ്ട്രെസ്സ് മാറ്റാനോ എന്ത് വേണമെങ്കിലും അതിന് പറയാം. എങ്ങനെയായിരുന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഒരു ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു ക്യാമ്പിലൂടെ നമുക്ക് നൽകാൻ കഴിയുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാമ്പിൽ പങ്കെടുക്കണം എന്നുള്ളവർക്ക് അതിൻ്റെ ബന്ധപ്പെടേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലിടാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഈ ഒരു കക്കാടം പോയി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് വെറുതെ ചുമ്മാ നടന്ന് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. വളരെ നടക്കാൻ കഴിയാത്തവർക്ക് വണ്ടിയിൽ പോകാം. പക്ഷേ അവിടെ വേറൊരു രീതിക്കുള്ള ഒരു പ്രകൃതിയാണ് നമുക്ക് കാണാൻ പറ്റിയത്. വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തു നിന്നൊന്ന് മാറി കുറച്ച് ദൂരെയാണ്. ആ പാറക്കെട്ടിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ കാണാവുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഓരോ സ്പോട്ടിലും നിർത്തി കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഒരുപാട് സ്ഥലം പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറ്റുന്ന അത്രയും സ്ഥലങ്ങൾ കവർ ചെയ്തു. ജീവിതത്തിൽ അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിച്ച് ഏറ്റെടുത്ത എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറ്റെടുത്ത്, എന്നിട്ടും ബാക്കി നിൽക്കുന്ന ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല ഒരു മൈൻഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വന്നവരായിരുന്നു എല്ലാവരും. ഒരു 1.5 ദിവസം കൊണ്ട് എല്ലാവരും വളരെയധികം പരസ്പരം അടുക്കുകയും വളരെയധികം ഫ്രണ്ട്ഷിപ്പ് ആവുകയും ചെയ്തു. എല്ലാവരും സ്ട്രേഞ്ചേഴ്സായിരുന്നു, എല്ലാവരും പുതിയ ആളുകളായിരുന്നു, ആരും തന്നെ മുമ്പ് കണ്ടുമുട്ടിയിട്ടുള്ളവരായിരുന്നില്ല. അപ്പോൾ അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു എല്ലാവർക്കും. ആർക്കും തുറന്നു പറയാനുള്ള ഒരു അവസരമായിരുന്നു. അവരൊക്കെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വളരെ സേഫായിട്ടുള്ളൊരു ക്യാമ്പായിരുന്നു. മാക്സിമം ഷെയർ ചെയ്ത് സന്തോഷമായിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും പിരിഞ്ഞത്. ഇതുപോലെയുള്ള ക്യാമ്പുകൾ നിരന്തരം പുനർനവ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും തരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.